ചേരുവകകളെല്ലാം കൃത്യമായി ചേർത്ത് വായിക്ക് രുചിയായിട്ടൊരു രസം ഉണ്ടെങ്കിൽ നല്ല ചൂട് ചോറ് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട അല്ലേ? അങ്ങനെ ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓരോ നാട്ടിലെയും ഓരോ വീട്ടിലെയും രസത്തിന് വ്യത്യസ്ത രുചികളായിരിക്കും. എന്നാൽ നമ്മളുടെ ഇന്നത്തെ രസം പൊതുവെ മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ രസത്തിനുള്ള രസപ്പൊടി നമ്മൾ അപ്പോൾ തന്നെ വറുത്ത് പൊടിച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ രസത്തിൻ്റെ ഗുണവും മണവും എത്രത്തോളം ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. വീട്ടിലെ എല്ലാവരുടെയും ഒരു പ്രിയപ്പെട്ട വിഭവമാണിത്. കുട്ടികൾക്ക് പോലും വളരെ ഇഷ്ടമാണ് ഈ രസം. അവർ ചോറിൻ്റെ കൂടെയും കഴിക്കാറുണ്ട്, ചോറുണ്ടതിന് ശേഷം ഗ്ലാസ്സിലാക്കി കുടിക്കാറുമുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒട്ടും സമയം കളയാതെ ഈ രുചികരമായ രസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. രസമുണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ നല്ല കുഴിയുള്ള ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഏകദേശം 1 ലിറ്റർ വെള്ളത്തിൽ നന്നായി കുതിർത്തതിന് ശേഷം അരിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ മറ്റു ചേരുവകളൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾക്ക് ചിലപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീണ്ടും കുറച്ച് ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇനി ഈ പുളിവെള്ളത്തിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ മുളക് പൊടി ചേർക്കുന്നത് രസത്തിന് ഒരു നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കത് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ പുളിവെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്കൊരു അരമുറി ശർക്കര ചേർത്ത് കൊടുക്കുക. ഈ എരിവിൻ്റെയും പുളിയുടെയും കൂടി ചെറിയൊരു മധുരവും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ശർക്കര ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ ഒരിത്തിരി പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയേക്കാളും നല്ലത് ശർക്കര തന്നെയായിരിക്കും. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 പച്ചമുളകും ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ 3 മീഡിയം സൈസ് നാടൻ തക്കാളി, നല്ല പുളിയുള്ള തക്കാളി ചെറിയതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പുളിയുള്ള തക്കാളി തന്നെയായിരിക്കും രസത്തിന് ഏറ്റവും നല്ലത്. അത് തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. തക്കാളി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചെറുതായി ഒന്ന് തിള വരുന്ന സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിൻ്റെ അളവ് ഞാനിവിടെ കൃത്യമായി പറയുന്നില്ല. ഇപ്പോൾ ആവശ്യത്തിന് ചേർത്തിട്ട് പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് തിളച്ച് വരണം. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന തക്കാളിയെല്ലാം നന്നായി വെന്ത് ഉടഞ്ഞു കിട്ടണം. നമ്മുടെ ഈ രസത്തിൽ ഇങ്ങനെ തക്കാളി കഷ്ണങ്ങളായിട്ട് കാണുന്നത് അത്ര നന്നായിരിക്കില്ല. അപ്പോൾ അത് നന്നായിട്ട് ഉടഞ്ഞു വരുന്നത് വരയ്ക്കും നമ്മൾ വേവിച്ചു കൊടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി ഉടച്ചും കൊടുക്കണം. അപ്പോൾ ആ സമയത്തിന് നമുക്ക് രസത്തിനുള്ള പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ തന്നെ ഈ രസത്തിനുള്ള പൊടി തയ്യാറാക്കി വെക്കാം. അതിനുശേഷം രസം ഉണ്ടാക്കാൻ തുടങ്ങാം. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കായം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ കായം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. രസമുണ്ടാക്കുമ്പോൾ എപ്പോഴും പെരുങ്കായത്തിൻ്റെ പൊടി ചേർക്കുന്നതിനേക്കാളും ഇതുപോലെയുള്ള കട്ടിക്കായം എണ്ണയിൽ വറുത്ത് ചേർക്കുമ്പോൾ അതിന് നല്ലൊരു മണവും രുചിയായിരിക്കും. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ കടലപ്പരിപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കടലപ്പരിപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. കടലപ്പരിപ്പ് ഇല്ലെങ്കിൽ മാത്രം സാമ്പാറിൻ്റെ പരിപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പും ഏകദേശം കളറൊക്കെ മാറി വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 2 ടീസ്പൂൺ മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി ചേർക്കുന്നതിനേക്കാളും മുഴുവൻ മല്ലി തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ചെറുതായി ഒന്ന് കളറും മാറണം, നല്ലൊരു മണവും വരും. അതുവരയ്ക്കും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ പെരുങ്കായവും മല്ലിയും എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് രസത്തിൻ്റെ ആ മണവും ഫീലൊക്കെ കിട്ടിത്തുടങ്ങും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകവും അതേപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്ന സാധനത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഫ്രൈ ചെയ്ത് വരാനുള്ള സമയത്തിൻ്റെ ഒരു ഓർഡറിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതേ ഓർഡർ തന്നെ ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ചേർത്ത സാധനം ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മുടെ രസത്തിന് ആവശ്യമായിട്ടുള്ള ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ ഞാനിവിടെ 2 പിരിയൻ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 4 സാധാരണ ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് എരിവിനനുസരിച്ച് വ്യത്യാസം വരുത്താം. പിരിയമുളകിൻ്റെ അളവ് കൂട്ടാം, അല്ലെങ്കിൽ സാധാരണ മുളകിൻ്റെ അളവ് കുറയ്ക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു തന്നിരിക്കുന്നു. ഉണക്കമുളകും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ നിറമൊന്നും മാറാതെ ശ്രദ്ധിക്കണം. എന്നിട്ട് അവസാനമായിട്ട് ഒരു പിടി കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ രസപ്പൊടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം.
എത്ര തിരക്കാണെങ്കിലും ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് വഴറ്റിയെടുത്ത് ഒരിക്കലും പൊടിച്ചെടുക്കരുത്. അപ്പോൾ നമ്മുടെ രസത്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. കാരണം ഓരോന്നിനും ഓരോരോ സമയമാണ് ഇതൊന്ന് എണ്ണയിൽ വഴണ്ടി വരാനായിട്ട്. അപ്പോൾ ഇതേ രീതിയിൽ ഓരോന്നോരോന്നായി തന്നെ നമ്മൾ വഴറ്റിയെടുക്കുക. ഇതെല്ലാം നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒട്ടും തരിയില്ലാതെ വേണം പൊടിച്ചെടുക്കാനായിട്ട്. പിന്നെ ഇത് പൊടിച്ചെടുത്തതിന് ശേഷം ഒരിക്കലും തുറന്നു വയ്ക്കരുത്. തുറന്നു വയ്ക്കുമ്പോൾ ഇതിൻ്റെ മണവും ഗുണമൊക്കെ ഒന്ന് നഷ്ടമാവും. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സമയം കൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ രസപ്പൊടി ഉണ്ടാക്കുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ തക്കാളി നന്നായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് വെന്ത് വരുന്നത് വരയ്ക്കും നമ്മൾ ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് കുക്കറിൽ ഒരു 4-5 വിസിൽ വരുന്നത് വരയ്ക്കും നന്നായി ഉടച്ച് വേവിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് വേവിക്കുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒട്ടും കഷ്ണങ്ങളില്ലാതെ തരികളൊക്കെ നന്നായി ഉടച്ചതിന് ശേഷം വേണം നമ്മൾ പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതിനൊരു സാമ്പാറിൻ്റെ ഫീലായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങൾ രസം ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ പരിപ്പ് ഇങ്ങനെ കാണുമ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. പരിപ്പ് ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ രസം സ്വാഭാവികമായിട്ട് ഒന്ന് കുറുകി വരാൻ തുടങ്ങും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് വീണ്ടും നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. ഓരോരുത്തർക്കും അറിയാമല്ലോ, രസത്തിൻ്റെ ഒരു പരുവം വരുന്ന രീതിയിൽ കുറച്ച് നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് ഒരുപാട് തിക്കായിട്ടിരിക്കുമ്പോൾ അത്ര കുടിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഈ പരിപ്പും തക്കാളിയും നന്നായിട്ടൊന്ന് യോജിക്കാനായിട്ട് ഒരു 1 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കുക. അതിന് ശേഷം നമുക്ക് രസപ്പൊടി ചേർത്ത് കൊടുക്കാം. രസപ്പൊടി ചേർത്തതിന് ശേഷം ഒരിക്കലും രസം തിളപ്പിക്കാൻ പാടില്ല. അങ്ങനെ തിളപ്പിക്കുമ്പോൾ നമ്മുടെ രസപ്പൊടിയുടെ ഫ്ലേവേഴ്സ് എല്ലാം നഷ്ടമാവും. അപ്പോൾ പരിപ്പും തക്കാളിയൊക്കെ നന്നായി തിളച്ച് വെന്തുടഞ്ഞതിന് ശേഷം മാത്രം രസപ്പൊടി ചേർത്ത് കൊടുക്കുക. രസപ്പൊടി നന്നായിട്ട് രസത്തിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രസപ്പൊടി നേരിട്ട് ഇതിൽ ചേർക്കുന്നതിന് പകരം അല്പം ഈ വെള്ളം എടുത്തതിന് ശേഷം രസപ്പൊടിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ ആ കട്ട പിടിക്കുന്നത് ഒഴിവാക്കിയെടുക്കാം. നമ്മുടെ രസത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് നല്ലൊരു താളിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നല്ലൊരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുക. 2 ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പെരുങ്കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ലൊരു മണവും കൂടെ ഉണ്ടാവും. അങ്ങനെ രസത്തിന് ആവശ്യമായിട്ടുള്ള നല്ലൊരു താളിപ്പും ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇനി ഇതിലേക്ക് രസത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മല്ലിയിലയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. മല്ലിയില എപ്പോഴും ഫ്ലെയിം ഓഫായതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ അവസാനത്തെ തുള്ളി പോലും ആസ്വദിച്ച് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു രസത്തിൻ്റെ റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. രസം എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെ കൂട്ടാനുള്ളൊരു വിഭവം മാത്രമല്ല, നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. വയറിന് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചെറിയൊരു ജലദോഷമോ പനിയോ ഉണ്ടെങ്കിൽ ഒരു രസം വെച്ച് കുടിക്കുന്നതാണ് സാധാരണ എല്ലാവരും പറയുക. അപ്പോൾ ഇത് ആരോഗ്യത്തിനും വളരെ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്